നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബ്രോക്കർമാരുടെ കാര്യമൊക്കെ സംസാരിക്കുന്നത് പുതിയ വീടും പറമ്പൊക്കെ വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ? വീടും പറമ്പും അല്ല, ദേവൂട്ടിയുടെ കല്യാണം നടത്തണം. അതിനൊരു ചെക്കനെ തിരക്കി പിടിക്കണം. അതിനാണ് ബ്രോക്കറെ തിരയുന്നത്. മനസ്സിലായോ? അത് വേണ്ടെങ്കില് അതിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കണ്ട. ഞാനല്ലാതെ പിന്നെ ആരാ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്? അവൾ എന്റെ മകളാ. അതല്ലാന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അവൾക്ക് കല്യാണം ആലോചിക്കേണ്ടത് ആരാ? നാട്ടിലുള്ളവരാ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ദേവൂട്ടിയുടെ കല്യാണം ആലോചിക്കേണ്ടത് അങ്കിള് തന്നെയാണ്. പക്ഷേ അതിന് ഇനി ഒരു ബ്രോക്കറെ അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പയ്യനെ നീ കൊണ്ടുവരും? കൊണ്ടുവരണ്ടല്ലോ, പയ്യൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. തട്ടാശ്ശേരി മാധവൻ മകൻ സന്ദീപ് മാധവൻ. ഓ, തട്ടാശ്ശേരി മാധവൻ മകൻ സന്ദീപ്. കുറെ കാലമായി കൊതിപ്പിക്ക നിന്റെ ഈ പുറനാടകം. ഇത്രയും നാള് ഞങ്ങൾ വിശ്വസിച്ചു. ഇന്ന് നാളെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു. ഇനി അത് പറ്റില്ല സന്ദീപേ. കൂലിപ്പണിയെടുക്കുന്നവനായാലും മതി. ഒരു പയ്യൻ ഒത്തുവന്നാ ഞങ്ങളത് നടത്തും. അങ്കിൾ, എനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതിനിടയിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ട, ഇനി നീ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കണ്ട. എന്തു വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ദേ അങ്കിളെ, ബഹുമാനത്തോടെ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ബഹുമാനം തന്നേ പെരുമാറിയിട്ടുള്ളൂ. അതിൽ നിന്നും മാറി ഒരു നിലപാടെടുക്കാൻ എന്നെ നിർബന്ധിക്കരുത്. സൗപർണിക എന്റെ പെണ്ണാണ്. അവളെ വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ശ്രമിച്ച എന്റെ സ്വഭാവം മാറും. പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല. സൗവർണിക എന്റെ പെണ്ണാണെന്ന് പറഞ്ഞോണ്ടിരുന്നാ പോരാ. അതിന് പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തി നിന്റെ പെണ്ണാക്കണം. നീ ഇപ്പൊ പറ, നാളെ നിന്റെ കല്യാണം നടത്താം. നിന്റെ ഉടുതുണി മുതൽ ഞങ്ങൾ എടുത്തോളാം. എന്താ, പറ്റുമോ? കുമാരേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു അല്പം കൂടി സമയം താ. ഞാൻ എങ്ങും പോവില്ല. ഒരു പേരുദോഷം വരുത്തുകയില്ല. നീ എങ്ങും പോവില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. എങ്ങോട്ടെന്ന് വെച്ചാൽ നീ പോ. എന്നാലെങ്കിലും എന്റെ കുഞ്ഞിനൊരു വഴി തെളിഞ്ഞു വരുമല്ലോ. ദേ അങ്കിളെ, ഞാനൊരു കാര്യം പറയാം. സൗവർണിക ഒപ്പമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഇന്നെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ആര് ശ്രമിച്ചാലും അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. അവൾക്ക് കല്യാണം ആലോചിക്കുന്നത് മാറ്റിവെക്കുന്നത് അങ്കിളിന് നല്ലത്. അല്ലെങ്കിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇവന് എന്താ പറയുന്നത് കുമാരേട്ടാ? അവൻ എന്തെങ്കിലും പറയട്ടെ. നാവിനെല്ലില്ലാത്തത് കൊണ്ട് അവൻ എന്തും പറയാം. അതിനൊത്ത് തുള്ളാനൊന്നും നമ്മൾ നിൽക്കണ്ട. സുരേന്ദ്രൻ എന്താന്ന് വെച്ചാ നീക്കിക്കോ. നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കാൻ നോക്ക്.